അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ. സാക്കിനായ നൂൻ, തൻവീൻ, അൻ, ഇൻ, ഉൻ രണ്ടിന്റെയും ഉച്ചാരണം ഒന്നാണ്. സുക്കൂൻ ചെയ്ത നൂനിന്റെയും തൻവീനിന്റെയും ഉച്ചാരണം ഒന്നായത് കൊണ്ടാണ് അവയെ ബാധിക്കുന്ന നിയമങ്ങളും ഒന്നായത്. മൊത്തം 5 ഗ്രൂപ്പുകളാണുള്ളത്. അതായത് ഇവയെ ബാധിക്കുന്ന നിയമങ്ങൾ 5 എണ്ണമാണ്. അതിൽ 2 ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. അൽ ഇഖ്ലാബ്, അൽ ഇൽഹാർ. ഇങ്ങനെ 2 നിയമങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. 29 അക്ഷരങ്ങളിൽ നിന്ന് 28 അക്ഷരങ്ങളെയാണ് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും കാര്യത്തിൽ നമ്മൾ എടുത്തത്. ആ 28 അക്ഷരങ്ങളിൽ നിന്ന് അൽ ഇഖ്ലാബിന് നമ്മൾ ഒരാളെ കൊടുത്തിട്ടുണ്ട്. അൽ ഇൽഹാറിനോ, അൽ ഇൽഹാറിന് നമ്മൾ 6 പേരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 28ൽ നിന്ന് 7 ആളുകൾ പോയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 21 ആളുകളാണ്. പഠിക്കാനുള്ളത് നമുക്കിനി 3 ഗ്രൂപ്പുകളാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഇദ്ഗാം ബി ഗുന്ന എന്ന ഗ്രൂപ്പിനെയാണ്. 5 ഗ്രൂപ്പുകളിൽ അൽ ഇഖ്ലാബ് പഠിച്ചു, അൽ ഇൽഹാർ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട്, മൂന്നാമത്തെ നിയമമായിട്ട് നമ്മൾ അൽ ഇദ്ഗാം ബി ഗുന്ന, അൽ ഇദ്ഗാം ബി ഗുന്ന. ഇതിലാദ്യം നമുക്ക് എന്താണ് ഗുന്ന എന്ന് നോക്കാം. ഗുന്ന എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് അതിനെ രാഗം, ഈണം എന്നൊക്കെ പറയാം. അത് നമ്മുടെ തരിമൂക്ക്. തരിമൂക്കിന് നമ്മൾ അറബിയിൽ ഹൈഷൂം എന്നാണ് ആ വാക്ക്. അങ്ങനെ തരിമൂക്കിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ശബ്ദമാണ് ഗുന്ന. നമ്മൾ എന്ന് മൂളാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ശബ്ദം, അതാണ് ഗുന്ന. നമ്മൾ നോർമലി നൂൻ, മീം ഇത് പറയാൻ തന്നെ നമുക്ക് എന്താ ആവശ്യമുണ്ട്? ശരിക്കും നമ്മുടെ മൂക്കിന്റെ ഈ തരിമുഖി, ഈ ഒരു ഭാഗത്തിന്റെ ഹൈഷൂമിന്റെ ആവശ്യമുണ്ട്, ഇല്ലേ? നമുക്ക് നല്ല ജലദോഷം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ശരിക്ക് ഉച്ചരിക്കാൻ കഴിയില്ല? ന, മ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അതെവിടെയാണ്? ശരിക്കും ഇവിടെ തട്ടിക്കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പൊ അതാണ് ഗുന്ന. ഒരു രാഗം, ഒരു ഈണം എന്നൊക്കെ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാം. എന്തായാലും ഗുന്നയുടെ ഉത്ഭവം എന്ന് പറയുന്നത് തരിമൂക്കാണ്. അറബിയിൽ അതിന് അൽ ഹൈഷൂം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ബി ഗുന്ന എന്നാണുള്ളത്. ഇതാണ് ആ വാക്ക്, ബി പ്ലസ് ഗുന്ന. ബി പ്ലസ് ഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നയോട് കൂടി എന്നാണ് ഇതിന്റെ അർത്ഥം. അൽ ഇദ്ഗാം ബി ഗുന്ന, ഗുന്നയോട് കൂടിയുള്ള ഇദ്ഗാം, ഗുന്നയോട് കൂടിയുള്ള ഇദ്ഗാം. എന്താണ് ഇദ്ഗാം ബി ഗുന്ന? ഗുന്ന എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര്, അൽ ഇദ്ഗാം ബി ഗുന്ന. എന്താണ് അൽ ഇദ്ഗാം? ഇദ്ഗാം എന്നാൽ ലയിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക എന്നാണ് അൽ ഇദ്ഗാം എന്ന വാക്കിന്റെ അർത്ഥം. അൽ ഇദ്ഗാം ബി ഗുന്ന എന്ന് പറയുമ്പോൾ ഇദ്ഗാം ഗുന്നയോട് കൂടി എന്താക്കുക? ഇദ്ഗാം ചെയ്യുക, ഗുന്നയോട് കൂടി ലയിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് 21 അക്ഷരങ്ങളാണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് ഒരു 4 പേരെ നമ്മൾ അൽ ഇദ്ഗാം ബി ഗുന്നക്ക് കൊടുക്കുകയാണ്. യൻമൂ എന്ന് നമുക്ക് പഠിക്കാം. യൻമൂ, യാ, നൂൻ, മീം, വ. ഇതാണ് ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരങ്ങൾ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ഇഖ്ലാബിനെ, ഇൽഹാറിനെ നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് ഇദ്ഗാം ബി ഗുന്നയാണ്. ഇദ്ഗാം ബി ഗുന്നയുടെ അർത്ഥം ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യുക എന്നതാണ്. അൽ ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരങ്ങൾ 4 എണ്ണമാണ്. യാ, നൂൻ, മീം, വ. യൻമൂ. ഇനി നമുക്കറിയേണ്ടത്
ഈ പറഞ്ഞ 4 അക്ഷരങ്ങൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം വന്നാൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. 4 അക്ഷരങ്ങളാണ് നമ്മൾ ഇദ്ഗാം ബിഗുന്നക്ക് കൊടുത്തത്. യൻമൂ, യാ, നൂൻ, മീം, വ. ഇതിൽ യാ, വാവ് ഈ 2 അക്ഷരങ്ങൾക്ക് 2 ഹർഫുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം. യഖൂലൂന, യഖൂലൂന ഹിസാബൻ യസീറാ, ഹിസാബൻ ഹിസാബൻ യസീറാ, വവാലിദി വവാലിദി വമാ വലദ്, മിൻ വലിയ, മിൻ വ, മിയ, ഹിസാബയ്യ, വവാലിദി വ. സാക്കിനായ നൂനിന് ശേഷം യ എന്ന അക്ഷരം, തൻവീനിന് ശേഷം യ എന്ന അക്ഷരം, തൻവീനിന് ശേഷം വ, തൻവീനിന് ശേഷം നൂനിന് ശേഷം വ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം വ, വാവ് ഈ 2 അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യണം. എന്നാൽ ആ ഇദ്ഗാമിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ നമ്മൾ എന്താക്കുന്നുണ്ട്? ഈ നൂനിന്റെ സ്വരത്തെ നമ്മൾ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ഗാം എന്തല്ല, കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 അക്ഷരങ്ങളെ നമ്മൾ എന്തും കൂടി പറയും? ഇദ്ഗാം നാഖിസ് എന്ന് നമ്മൾ പറയും. ഇദ്ഗാം നാഖിസ്. അതായത് ഇയ്യഖൂലു, ഇയ്യ ഇയ്യ എന്നല്ല നമ്മൾ പറയുന്നേ. ഇയ്യ എന്ന് പറയുമ്പോൾ അവിടെ സാക്കിനായ നൂനിന്റെ സ്വരം എന്തില്ല, ബാക്കി ഇല്ല. ഇവിടെ നമുക്ക് ബാക്കി വെക്കണം. ഇയ്യ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും സ്വരം അവിടെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ യാ എന്ന അക്ഷരത്തിലേക്ക് അല്ലെങ്കിൽ വാ എന്ന അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. ഈയ, നൂനും വരുന്നുണ്ട്, യാവും വരുന്നുണ്ട്. ഈയ, ഹിസാബയ്യ, ഹിസാബൻ യ എന്നുമല്ല പറയുന്നത്, ഹിസാബയ്യ എന്നും അല്ല പറയുന്നത്, ഹിസാബയ്യ. അപ്പൊ പൂർണ്ണമായി എന്തായിട്ടില്ല, ലയിച്ചിട്ടില്ല. പൂർണ്ണമായ ഇദ്ഗാം അവിടെ നടന്നിട്ടില്ല. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും അംശം അവിടെ ഉണ്ട്. വവാലിദിൻ വ, വവാലിദിൻ വ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. വവാലിദിൻ വ എന്നുമല്ല നമ്മൾ പറഞ്ഞത്. പിന്നെയോ വവാലിദിൻ വ, ശബ്ദമൊന്നുമില്ല. തൊട്ടക്ഷരത്തിൽ യാക്കോ യാക്കോ വാവിനൊന്നും എന്തില്ല, ശബ്ദമൊന്നും ഇല്ല. അവിടെ തൻവീൻ അല്ലെങ്കിൽ സാക്കിനായ നൂനിന്റെ ആ ഉന്ന അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഏകദേശ പകുതി ഭാഗം എങ്ങോട്ടാണ്, യായിലേക്ക് അല്ലെങ്കിൽ വാവിലേക്ക് അങ്ങനെ ലയിപ്പിക്കുന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2 അക്ഷരങ്ങൾക്ക് നമ്മൾ ഇദ്ഗാം നാഖിസ് എന്ന് പറയുന്നത്. നാഖിസ് എന്ന് പറഞ്ഞാല് ഇൻകംപ്ലീറ്റ്, അപൂർണം എന്നാണ് അർത്ഥം. അപൂർണമായ ഒരു ഇദ്ഗാം, അപൂർണമായ ഒരു ലയിപ്പിക്കൽ, അപൂർണമായ ഒരു പ്രവേശിപ്പിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം യാ വ ഈ 2 അക്ഷരങ്ങൾ വരുമ്പോൾ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വാവിലേക്കും യായിലേക്കും നമ്മൾ ഭാഗികമായി ലയിപ്പിക്കുന്നു. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും സ്വരം അവിടെ ബാക്കിയാവുന്നു. നല്ല ഈണം കൊടുത്ത് മണിച്ച് രാഗത്തോടുകൂടി യാ വാവ് ഇവയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക.
إن يقولون حسابا يسيرا ووالد وما ولد ووالد وما ولد من ولي. ഇനി നമുക്ക് രണ്ടക്ഷരങ്ങൾ കൂടി പരിചയപ്പെടാനുണ്ട്. നൂൻ മീം. യൻമു എന്നതിൽ യ വ ഈ രണ്ടക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ളത് മീം നൂൻ. ഇദ്ഗാം ബിഗുന്ന മീം നൂൻ. ഉദാഹരണം നോക്കാം. മിം മസദ് ബിസൂറത്തിൻ മിൻ. അണ്ടർലൈൻ ചെയ്ത ഭാഗം ശ്രദ്ധിക്കുക. ബിസൂറത്തിൻ മിൻ. ഫദക്കിർ ഇൻ നഫഅത്തി الذിക്റാ. ഇൻ നഫഅത്തി الذിക്റാ. ഇൻ നഫഅത്തി الذിക്റാ. عظاما نخرة. عظاما نخرة. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം മീം നൂൻ ഈ രണ്ടക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കും. സാക്കിനായ നൂനിനെയും തൻവീനിനെയും തൊട്ടടുത്തുള്ള അക്ഷരമായ മീമിലേക്കും നൂനിലേക്കും ലയിപ്പിക്കും. മിം മസദ്. അവിടെ സാക്കിനായ നൂനിന്റെ ഒന്നും ബാക്കിയില്ല. നേരത്തെ നമ്മള് മിംവ പറഞ്ഞപ്പോ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു നൂൻ അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ഇവിടെ മിമ്മ. ആ നൂനിനെ മീമിൽ അങ്ങോട്ട് എന്താവും? പൂർണ്ണമായും ലയിപ്പിക്കും. ഫദക്കിർ ഇൻ നഫഅത്തി الذിക്റാ. ആദ്യത്തേതില് ഇൻ, രണ്ടാമത്തേതില് നഫഅ എന്നാണ്. ആ രണ്ട് നൂനും എന്തായി? ഒരുമിച്ച് ലയിച്ചു. ഇന്ന ശബ്ദോടുകൂടിയാണ് പിന്നെ നമ്മൾ പറയാ. മീമും നൂനും വരുമ്പോൾ അതിനെ നമുക്ക് മുസ്ഹഫുകളിൽ ഷദ് കാണാൻ സാധിക്കും. ഇദ്ഗാം ബിഗുന്നയുടെ മീമിനും നൂനിനും. നേരെ മറിച്ച് യാക്കും വാവിനും എന്തുണ്ടാവില്ല? ഷദ് ഉണ്ടാവില്ല. കാരണം അതിന്റെ ഇദ്ഗാം എന്ന് പറയുന്നത് നാഖിസ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ്. അവിടെ സാക്കിനായ നൂനും തൻവീനും അതിന്റെ സ്വരം അവിടെ ബാക്കിയാകും. നേരെ മറിച്ച് ഇവിടെയോ മിമ്മ, ഇന്ന, അന്ന അങ്ങനെയാണ് വരിക. ഇതിന്റെ പേര് ഈ രണ്ടക്ഷരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഇദ്ഗാമുൻ കാമിൽ. ഇദ്ഗാമുൻ കാമിൽ. നാഖിസ് എന്നത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ കാമിൽ എന്നത് കംപ്ലീറ്റ്, പൂർണ്ണമായ ഇദ്ഗാം. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം നൂൻ മീം ഈ രണ്ടക്ഷരങ്ങൾ വരികയാണ് എങ്കിൽ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. ഇദ്ഗാം ബിഗുന്നയിൽ തന്നെ ഇദ്ഗാം കാമിലാണ്, പൂർണ്ണമായ ഇദ്ഗാമാണ് അവിടെ നടക്കുന്നത്. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ സ്വരം അവിടെ ബാക്കിയാവുന്നില്ല. തൊട്ടടുത്ത അക്ഷരമായ മീമിനെയും നൂനിനെയും നമ്മൾ ശബ്ദോടുകൂടിയാണ് ഉച്ചരിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇദ്ഗാം ബിഗുന്നയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സാക്കിനായ നൂനും വാവ് യ ഈ മൂന്നാളുകൾ സാക്കിനായ നൂൻ ഒരു വാക്കിന്റെ അവസാനത്തിലും മറ്റൊരു വാക്കിന്റെ തുടക്കത്തിൽ വാവും യാവും വരുമ്പോഴാണ് ഗുന്നയും ഇദ്ഗാമും പാടുള്ളൂ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സാക്കിനായ നൂനും വാ യ ഈ പറഞ്ഞ ആളുകൾ ഒറ്റ വാക്കിലാണ് വരുന്നത് എങ്കിൽ, നൂനിന് ശേഷം വാ അല്ലെങ്കിൽ യ, ഒറ്റ വാക്കിൽ ഒറ്റ കലിമയിലാണ് വരുന്നത് എങ്കിൽ അവിടെ ഗുന്നയോ ഇദ്ഗാമോ പാടില്ല. അങ്ങനെയുള്ള 4 വാക്കുകൾ നമുക്ക് ഖുർആനിൽ കാണാം.
സിൻവാൻ, ഖിൻവാൻ, ദുനിയ, ബുനിയാൻ. സാക്കിനായ നൂനിന് ശേഷം വാ, നൂനിന് ശേഷം വാ, സാക്കിനായ നൂൻ യാ, സാക്കിനായ നൂൻ യാ. 4 ഇടങ്ങളിലും സാക്കിനായ നൂനുണ്ട്. അതേപോലെ നമ്മൾ പഠിച്ച വാവ് യാ ഈ അക്ഷരങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് പറയാൻ പാടില്ല, ഗുന്നയോ ഇദ്ഗാമോ കൊടുക്കാൻ പാടില്ല. നോർമൽ സിൻവാൻ, ഖിൻവാൻ, ദുനിയ, അതായത് ഇൽഹാറാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ച ഇൽഹാർ നൂനിനെ അങ്ങ് വെളിപ്പെടുത്തണം. സിൻവാൻ, ഖിൻവാൻ, ദുനിയ, ബുന്യാൻ, അങ്ങനെ നൂനിനെ വെളിപ്പെടുത്തിക്കൊണ്ട് വേണം പറയാൻ. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ചുരുക്കി പറയാം. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും മൂന്നാമത്തെ നിയമം, മൂന്നാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇദ്ഗാം ബിഗുന്ന. ഗുന്ന എന്ന് പറഞ്ഞാൽ രാഗം, ഈണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക എന്നാണ് അർത്ഥം. ഗുന്നയോടുകൂടി ലയിപ്പിക്കുക, അതായത് ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക്. യഥാർത്ഥത്തിൽ അവിടെ സ്വരമാണ് അല്ലെങ്കിൽ ശബ്ദത്തെയാണ് നമ്മൾ ലയിപ്പിക്കുന്നത്. അതാണ് ഇദ്ഗാം ബിഗുന്ന. 4 അക്ഷരങ്ങളെയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. യാ, നൂൻ, മീം, വ. യൻമൂ എന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ യാ, വ ഈ 2 അക്ഷരങ്ങളെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം യാ, വ വരുമ്പോൾ അവിടെ ഗുന്നയുണ്ട്, ഇദ്ഗാമുണ്ട്. എന്നാൽ ഇദ്ഗാം എന്തല്ല, പൂർണ്ണമല്ല. അവിടെ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശബ്ദം എന്താവുന്നുണ്ട്, ബാക്കിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ഇദ്ഗാം നാഖിസ് എന്നാണ്. അപൂർണം, ഇൻകംപ്ലീറ്റ് എന്നാണ് നാഖിസ് എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാമത് നമ്മൾ മീമിനെയും നൂനിനെയും പറഞ്ഞു. നൂൻ, മീം സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം വരുമ്പോൾ അവിടെ അത് പൂർണ്ണമായി ഇദ്ഗാം ചെയ്യുന്നു. അവിടെ ശ്രദ്ധ ചെയ്തുകൊണ്ടാണ്, മീമിനെയും നൂനിനെയും നമ്മൾ ശ്രദ്ധ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക, പാരായണം ചെയ്യുക. അവിടെ എന്ത് ബാക്കിയാവുന്നില്ല, തൻവീൻ അല്ലെങ്കിൽ സാക്കിനായ നൂൻ ബാക്കിയാവുന്നില്ല. പൂർണ്ണമായ ഇദ്ഗാമായതുകൊണ്ട് തന്നെ ഇദ്ഗാമുൻ കാമിൽ, പൂർണ്ണമായ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇദ്ഗാമാണ് അവിടെ സംഭവിക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. സാക്കിനായ നൂനും വ അല്ലെങ്കിൽ യ ഈ അക്ഷരങ്ങളും ഒറ്റ വാക്കിൽ ഒരു കലിമയിലാണ് വന്നത് എങ്കിൽ ഈ പറഞ്ഞയോ ഇദ്ഗാമോ അവിടെ സംഭവിക്കുകയില്ല. അവിടെ വരുന്നത് ഇൽഹാറാണ്. അതായത് ആ സാക്കിനായ നൂനിനെ നമ്മൾ എന്താക്കണം, ശരിക്കും വെളിപ്പെടുത്തണം. സിൻവാൻ അല്ലെങ്കിൽ അദ്ദുന്യാ, ദുൻ ദുൻ ദുന്യാ, അങ്ങനെ തന്നെ നമ്മൾ പറയണം. സൂറത്തുൽ ബഖറയിലെ 263 ആയത്താണ് ഇദ്ഗാം ബിഗുന്നയുടെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം.